മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ പട്ടികയിൽ ഉൾപ്പെടാതെ പോയ പടവെട്ടിക്കുന്ന നിവാസികളാണ് ഇപ്പോൾ പ്രത്യക്ഷ സമരത്തിന് ഇറങ്ങിയിരിക്കുന്നത്. ഈ 27 കുടുംബങ്ങളെയും ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെടുത്തി ടൗൺഷിപ്പിന്റെ ഭാഗമായി പുനരധിവസിപ്പിക്കണം എന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ആദ്യഘട്ടത്തിൽ സ്കൂൾ റോഡ് മുഴുവൻ പടവെട്ടിക്കുന്നവരെ വാസയോഗ്യമല്ല, അവർക്ക് പുനരധിവാസത്തിൽ അർഹതയുണ്ട് എന്ന് പറഞ്ഞ ആ ഒരു ഭാഗത്ത് നിന്ന് ഇപ്പോൾ എല്ലാം മറിഞ്ഞുകൊണ്ട് പാവപ്പെട്ട 27 കുടുംബങ്ങൾ അവിടെ തളക്കാനാണ് സർക്കാർ തീരുമാനിക്കുന്നത്. ഞങ്ങളിപ്പോൾ അവിടെ പോയി താമസിച്ചാൽ ഇനി ജൂൺ ജൂലൈയിൽ വർഷക്കാലമായി. ഈ വർഷക്കാലത്ത് ഇതേ സർക്കാർ ഉദ്യോഗസ്ഥരും ഗവൺമെന്റും വന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും മാറ്റി താമസിപ്പിക്കും. അതെന്തിനാണ്? അത് നമ്മൾക്കറിയേണ്ടത്. അത് ന്യായമായ ഒരു ചോദ്യമല്ല ഞങ്ങൾ ചോദിക്കുന്നത്. പിന്നെ ഏകദേശം ഒരു 2 കിലോമീറ്ററോളം 100% വാഷ് ഔട്ടായ പ്രദേശത്തൂടെ വേണം ഞങ്ങൾ പോകാൻ. അവിടുന്ന് മരണപ്പെട്ടു പോയവർ ഞങ്ങൾ അയൽവാസികൾ, ഞങ്ങൾ അളിയന്മാർ, ഞങ്ങൾ പെങ്ങന്മാർ, ഞങ്ങളെ ചോരകൾ അവിടുന്ന് മരണപ്പെട്ടു പോയിട്ടുള്ളത്. അവരെ ശവത്തിലൂടെ ചവിട്ടിയിട്ട് വേണം ഞങ്ങൾ അങ്ങോട്ട് പോകാൻ. ഈ പ്രയാസങ്ങളെല്ലാം ചൂണ്ടിക്കാണിയിട്ട് വളരെ ന്യായമായ ഒരു ആവശ്യം മാത്രമേ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇപ്പൊ ഓടിയ മാതിരി ഇനി ഞങ്ങൾക്ക് ഓടാൻ പറ്റൂല. ഇനിയുള്ള കാലം ഞങ്ങൾക്ക് കുറച്ചു കാലം ജീവിക്കുകയാണെങ്കിലും അതൊരു മനസ്സമാധാനത്തോട് ജീവിക്കണം. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇനി അവിടെ വീടേ വേണ്ട, ഞങ്ങൾക്ക് വീട് തരണം. ഞങ്ങളെ പണ്ട് കട്ടുപോലെ തട്ടിക്കളിക്കുന്നു. എന്താ കിട്ടാത്തത്? ഒരു ജീവനായ മനുഷ്യൻ ഞങ്ങൾക്ക് വേണ്ടി പൈസ തരാത്തവരില്ല. എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? ഞങ്ങൾ ദ്രോഹം നിൽക്കുന്നില്ല. ഈ കുട്ടിനെയും കൊണ്ടൊക്കെ രാത്രി 2 മണിക്ക് ഞങ്ങൾ ഓടിയതാണ്. വളരെ പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട് ഒരു ഗർഭിണിയും കൂടി ഞങ്ങളെ കയ്യിലുണ്ടായിരുന്നു. 2 മണിക്ക് കുട്ടികളെയും കൊണ്ട് ഞങ്ങൾ കുന്നിന്റെ മേലെ കയറി. ഇനി ഒരിക്കലും ഞങ്ങൾ അങ്ങോട്ട് പോകില്ല. ഞങ്ങൾക്ക് വീട് കിട്ടണം. അത് ഞങ്ങളെ ആവശ്യമാണ്. ഇത്രയും അപകടകരമായ ഒരു മേഖലയാണ്. അത്തരത്തിലുള്ള ഒരു സ്ഥലത്ത് വീണ്ടും താമസിക്കണമെന്ന് പറയുന്നത് എന്ത് ന്യായത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് പടവെട്ടിക്കുന്നുകാർക്ക് ചോദിക്കാനുള്ളത്. ഷമീർ മച്ചിങ്ങലിനൊപ്പം കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.